ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഇന്ന് ഓഗസ്റ്റ് 11, വിശുദ്ധ ക്ലാരയുടെ തിരുനാളാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ആത്മീയ സുഹൃത്തും ഏറ്റവും അടുത്ത സഹയാത്രികയുമായിരുന്ന ഈ പുണ്യവതിയുടെ മാധ്യസ്ഥ്യം നമുക്ക് യാചിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 22 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ ധ്യാനത്തിനായി തിരുസഭ നൽകിയിരിക്കുന്നത്. യേശുവിൻ്റെ പീഡാസഹനത്തിൻ്റെയും ഉയർപ്പിൻ്റെയും പ്രവചനത്തോടുകൂടിയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം ആരംഭിക്കുന്നത്. തുടർന്ന് അത് നികുതിയെക്കുറിച്ചുള്ള സംഭാഷണത്തിലേക്ക് നീങ്ങുന്നു. രാജഭരണകാലം മുതൽ ഇന്നുവരെ ലോകത്തെവിടെയും പല വിധത്തിലുള്ള നികുതി പിരിക്കൽ സാധാരണമാണ്. ഈ നികുതിപ്പണം കൊണ്ടാണ് നമ്മുടെ രാജ്യം ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും പൊതുസേവനങ്ങൾക്കും രാജ്യസുരക്ഷയ്ക്കും, എന്തിന് രാജ്യത്തിൻ്റെ പൊതുകടങ്ങൾ വീട്ടി തീർക്കുന്നതിന് പോലും തുക കണ്ടെത്തുന്നത്. ജർമ്മനി, ഇംഗ്ലണ്ട് പോലുള്ള രാജ്യങ്ങളിൽ GDP-യുടെ 24 മുതൽ 27% വരെ ജനങ്ങളിൽ നിന്നും പിരിച്ചെടുക്കുന്ന നികുതിയാണ്. ഈയിടെ ജർമ്മനിയിൽ 2 മാസം താമസിച്ചിരുന്നു. അവർക്ക് റിലീജിയസ് ടാക്സ് ഉണ്ട്, മതനികുതി. അത് ഒഴിവാക്കാനായി ധാരാളം പേർ തങ്ങൾ മതമില്ലാത്തവരാണ് എന്ന് എഴുതി കൊടുക്കുന്നുണ്ടത്രേ. ഇറ്റലിയിൽ നിന്നും വന്ന് താമസിക്കുന്ന ഒരു കുടുംബം എന്നോട് നേരിട്ട് പറഞ്ഞതാണ്, അവരുടെ കുട്ടിക്ക് അവർ ഇതുവരെ മാമുദീസ പോലും നൽകിയിട്ടില്ല. യേശു മതനികുതി കൊടുക്കാതിരിക്കുന്നുണ്ടോ? ഇന്നത്തെ സുവിശേഷത്തിൽ ദേവാലയ നികുതി പിരിക്കുന്നവർ പത്രോസിനോട് ചോദിക്കുകയാണ്. പത്രോസ് പറയുന്നു, കൊടുക്കുന്നുണ്ടല്ലോ. വീട്ടിലെത്തുമ്പോൾ യേശു ചോദിക്കുകയാണ്, പുത്രന്മാരിൽ നിന്നും രാജാക്കന്മാർ നികുതി പിരിക്കാറുണ്ടോ? പുത്രന്മാർ സ്വതന്ത്രരാണ്. അതായത് ദേവാലയ നികുതി നൽകാൻ ദൈവപുത്രനായ യേശു ബാധ്യസ്ഥനല്ല. എന്നിട്ട് യേശു പറയുകയാണ്, അവർക്ക് ഇടർച്ച ഉണ്ടാക്കാതിരിക്കാൻ നീ നികുതി കൊടുത്തേക്കുക. പക്ഷേ അത് ദൈവം അത്ഭുതകരമായി നൽകുകയാണ്. ചൂണ്ടയിൽ കുരുങ്ങുന്ന ഒരു മത്സ്യം നാണയവുമായി പത്രോസിനെ കാത്തിരിപ്പുണ്ട്. 2 സന്ദേശങ്ങൾ ഈ ദിവസത്തെ വിചിന്തനത്തിനായി ഹൃദയത്തിൽ കരുതാം. 1. യഥാർത്ഥ സ്വാതന്ത്ര്യം നമ്മുടെ കർത്തവ്യങ്ങളിൽ നിന്നോ മറ്റുള്ളവരോട് കാണിക്കേണ്ട കരുതലിൽ നിന്നോ നമ്മെ ഒഴിവാക്കുന്ന ഒന്നല്ല. 2. അവകാശങ്ങൾ പോലും അപരൻ്റെയോ സമൂഹത്തിൻ്റെയോ നന്മയ്ക്കായി എളിമയോടെ വേണ്ടെന്ന് വയ്ക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടും, ചിലപ്പോൾ അത്ഭുതകരമായി തന്നെ. എല്ലാവർക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.